ഒരിടത്ത് എന്നെ വിടാൻ സമ്മതിക്കുന്നില്ലേ. തുണി വിരിക്കണ്ട, പണി ചെയ്യണ്ട, ഇവിടെ ഇരുന്നോളെ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒരിടത്ത് പോകാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇടി വെട്ടുന്നത്. കുറച്ച് മഴ പെയ്താൽ അവന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവിടെ മഴ പെയ്താലും ഭയങ്കര ചൂടാണ്. ഇത് കണ്ടോ, അവൻ കിടക്കുമ്പോൾ നമ്മൾ കിടക്കണം, അവൻ ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കണം. ഇങ്ങനെ ഒരു പേടിത്തോട്ട മോനാണോ എൻ്റെ? ഇങ്ങനെ പേടിത്തോട്ട മോൻ. എല്ലാവരും കാണട്ടെ, എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ കാണട്ടെ സ്കൂബി പേടിത്തൊണ്ടനാണെന്ന്. ആന്ന് സ്കൂബി പേടിത്തൊണ്ടനാണെന്ന് കാണട്ടേന്ന്. എന്നോട് പറയല്ലേ എന്നാണ് ഈ പറയുന്നത്. എന്നോട് പറയല്ലേന്ന്, കുറ്റം പറയുന്നത് ഇഷ്ടമല്ലേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, കൈ പിടിച്ചിരിക്കുന്ന കണ്ടോ, കണ്ടോ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്ന കണ്ടോ. നക്കി ഇങ്ങനത്തെ കുറച്ചെടുക്കണം. മമ്മി ഒരിടത്ത് പോവല്ലേ, എന്നെ വിട്ട് പോവല്ലേ, എന്നെ വിട്ട് പോകല്ലേ മമ്മി പോകല്ലേ. ഒരു ശ്രീനിവാസൻ്റെ സിനിമയിൽ ഒരു ഇത് കേൾക്കൂലേ, പോകല്ലേ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ പോലെ കേട്ടോ. കൊച്ചു കുട്ടികളെ പോലെയെന്നേ. ഇത് കണ്ടോ, ഇടിവെട്ടുന്നവനെ പേടി. ഒരുപാട് പണിയുണ്ട് ഫ്രണ്ട്സ്. തുണി വിരിക്കാൻ സമ്മതിക്കില്ല. മഴയുണ്ട്, താഴത്തെ ഫ്ലാറ്റിലെ തുണി ഇടുന്നേ. ഇത് വിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. രാവിലെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. മോളെ വിട്ടു, മോനെ വിട്ടു, ഹസ്ബൻഡിനെ വിട്ടു, എല്ലാ പൂജ ചെയ്തു. പൂജ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര മഴയും ആ വെയിലൊക്കെ പോയി. ഇടിയും വെട്ട് തുടങ്ങി നമ്മുടെ മോന്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പാവമില്ലേ ഞാനും എൻ്റെ മോനൊക്കെ പാവമില്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക്, വെറുതെ ഒരു ലൈക്കല്ലേ ചോദിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. അങ്ങനെ മോനാ പേടിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഒച്ച എടുക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ലോങ് വീഡിയോ എടുക്കാം നാളത്തേക്ക്. ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ അല്ലേ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ്? എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും, എല്ലാ അനിയത്തിമാർക്കും അനിയന്മാർക്ക് ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് അമ്മമാർക്കും പിന്നെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും നല്ല ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹം ഒരുപാട് ഞാൻ തരുന്നു. എൻ്റെ മോനും അതുപോലെ തരാട്ടൊക്കെ കാണിച്ച് അതുപോലെ സ്നേഹം തരുന്നു. എൻ്റെ മോനും എല്ലാ പാവം കേട്ടോ. അവൻ പഞ്ചപാവം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പഞ്ചപാവനവൻ കള്ളക്കുട്ടൻ പഞ്ചപാവമെന്നേ. നമുക്ക് ഇവനെ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല. ഇവൻ കുറച്ച് കരഞ്ഞു കഴിഞ്ഞിരുന്നാലുണ്ടല്ലോ ഭയങ്കര വിഷമോ. ഒരു ഹായ് പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. ഒരു ഹായ് പൊന്നോ. കണ്ടോ, ഹായ് ചോദിച്ചപ്പോൾ എണീറ്റിരിക്കുന്ന കണ്ടോ. ഹായ്. പിന്നെ ഇവനൊരു സ്വഭാവമുണ്ട്, അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കാരണം. പിന്നെ ഹായ് ഹലോ എന്ന് പറഞ്ഞു കൊടുത്തേ. ഹലോ കണ്ടോ, ഹലോ ഹായ് ഒക്കെ എണീറ്റിരുന്ന് തരുന്നുണ്ടോ. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യമേ പറയേണ്ടതാണ്, ഞാനൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മോൻ്റെ ഈ ആ സ്നേഹവും സങ്കടങ്ങളും അവൻ്റെ എന്താ സങ്കടം, അവന് ഇടിവെട്ടുമ്പോഴാണ് സങ്കടം. പിന്നെ ഞാൻ എവിടെയെങ്കിലും കടയിൽ പോവുകയോ പുറത്തോട്ട് പോവുകയോ ചെയ്ത ഭയങ്കര സങ്കടമാണ്. അവിടെ വണ്ടിയിലൊക്കെ ആൾക്കാർ വന്നിട്ട് മഴയാണ് കേട്ടോ. അത് കാരണം മഴയായത് കാരണം നമ്മുടെ താഴത്തെ പണിയും നടക്കുന്നില്ല, പെയിൻ്റ് അടിയൊന്നും നടക്കുന്നില്ല. മഴയാകുമ്പോൾ കുറച്ച് തണുപ്പല്ലേ വരാം, പക്ഷേ ഇത് തണുക്കുന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്, വിയർക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ലൈവായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്താ ഒരു അലർച്ച. പിന്നെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഹസ്കി വോയിസും കുറച്ച് നീളവും വണ്ണമുണ്ട്. ഭയങ്കര പേടിത്തൊണ്ടനാ. എന്നെ വിടാതിരിക്കണം. എൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. കൈ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നെ പോവരുതേന്ന് ഞാൻ പറയുന്നത്. കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, പോവരുതെന്ന് പറഞ്ഞു. സ്കൂബിൻ്റെ മമ്മി എവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ ലൈവായിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. സ്കൂബിൻ്റെ മമ്മി എവിടെ? ഗുഡ് ബോയ്. സ്കൂബിൻ്റെ മമ്മി എവിടെയെന്ന് ഒന്ന് കൈ തൊട്ട് കാണിച്ചു തന്നേ. മമ്മിയുടെ കൈ തൊട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക.
സ്കൂബിൻ്റെ മമ്മി എവിടെയെന്ന്, അല്ല മമ്മിയുടെ സ്കൂബ് എവിടെയെന്ന് എല്ലാവർക്കും തൊട്ട്, അങ്ങനെയല്ല, മമ്മിയുടെ കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഈ കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. കൈ തൊട്ട് എവിടെ, കൈ തൊട്ട് കാണിക്കുക. സ്കൂബിയുടെ മമ്മിയുടെ സ്കൂബി എവിടെയെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. കൈ തൊട്ട് പൊന്നോ. ഈ ആൻറ്റിമാർക്ക് കാണിച്ചു കൊടുത്തേ മമ്മിയുടെ സ്കൂബ് ആരാന്ന് ഒന്ന് കൈ തൊട്ട് കാണിച്ചതാ. മമ്മിയുടെ കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. സ്കൂബി ആരാന്ന്. മമ്മിയുടെ സ്കൂബ് എഴുതി, മമ്മിയുടെ സ്കൂബ് എഴുതി കൈ തൊട്ട് കാണിച്ചതാ. സ്നേഹത്തിലൊക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ കേട്ടോ. ഗുഡ് ബോയ് ആണ് ഫ്രണ്ട്സ്, എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ് ആണ്. ആ തൊട്ട് കാണിച്ചതാ. മമ്മിയുടെ കൈ തൊട്ട് കാണിച്ചു കൊടുക്ക്. ഈ ആൻറ്റിമാർക്ക് അങ്കിൾമാർക്ക് ചേച്ചിക്കൊക്കെ തൊട്ട് കാണിച്ചു കൊടുത്തേ. ആ മമ്മിയുടെ കൈ തൊട്ട് കാണിച്ചു കൊടുത്തേ. മമ്മിയുടെ സ്കൂബിനെ ഒന്ന് കാണിച്ചോട്, സുന്ദര മോനെ കാണിച്ചോട്, തൊട്ട് കാണിച്ചു കൊടുക്കടാ. തൊട്ട് കാണിച്ചു കൊടുത്തേ കയ്യിൽ. എന്ത് പറ്റി? ആ പൊന്നിൻ്റെ മമ്മി തൊട്ട് കാണിച്ചു കൊടുത്തേ. കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. മമ്മിയുടെ കയ്യിൽ തൊട്ട് കാണിച്ചു കൊടുത്തു. സ്കൂബി ആരാന്ന് കാണിച്ചു കൊടുത്തേ. മമ്മിൻ്റെ സ്കൂബിയെ ഒന്നല്ല ആൻറ്റിമാർക്ക് അങ്കിൾമാർക്ക് ചേട്ടന്മാർക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. എടേ അത് വേണ്ട, മുഖം കാണിക്കണ്ട, കൈ കാണിച്ചു കൊടുത്തേ. മമ്മിയുടെ സ്കൂബിനെ ഒന്ന് കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. കൈ തൊട്ട് മമ്മിയുടെ കണ്ടല്ലോ, കൈ തൊട്ട് കാണിച്ചു കൊടുത്തു. സ്കൂബി, ഇതാണ് സ്കൂബിയുടെ മമ്മി. കണ്ടല്ലോ ഫ്രണ്ട്സ്, സ്കൂബിയുടെ മമ്മിയെ കണ്ട്. ഗുഡ് ബോയ് തരാം. ഒന്നും കൂടെ തൊട്ട് കാണിച്ചു കൊടുത്തേ. കൈ തൊട്ട് കാണിച്ചു കൊടുക്കുക. സ്കൂബിയുടെ മമ്മി ആരാന്ന് ഒന്ന് തൊട്ട് കാണിച്ചു കൊടുത്തേ. കൈ തൊട്ട് കാണിക്കുക. ഗുഡ് ബോയ്. തൊട്ട് കാണിച്ചേ. എവിടെ? ആ കണ്ടല്ലോ, സ്കൂബിയുടെ മമ്മി ആരാന്ന് കണ്ടല്ലോ നിങ്ങൾ. തൊട്ട് കാണിച്ചുണ്ടല്ലോ സ്കൂബി, കണ്ടല്ലോ. ഗുഡ് ബോയ്. സ്കൂബിയുടെ മമ്മി ആരാന്ന് തൊട്ട് കാണിച്ചു കൊടുത്തല്ലേ. ഗുഡ് ബോയ്. മാമ ചേലി ഗുഡ് ബോയ്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ തൊട്ട് കാണും. സ്കൂബിയുടെ മമ്മി ആരാന്ന് വെച്ചാൽ കൊച്ചു തൊട്ട് കാണിച്ചു തരും കയ്യിൽ.